ഹായ് സുഹൃത്തുക്കളെ, ഞാനും എൻ്റെ പ്രിയ അയൽക്കാരൻ ചേലപ്പുറത്ത് സജിയും കൂടെ എൻ്റെ പുരയിടത്തില് വാഴയ്ക്ക് മണ്ണ് വെട്ടിക്കൂട്ടുകായിരുന്നു. ഇതാ വാഴയ്ക്ക് മണ്ണ് വെട്ടിക്കൂട്ടുന്നത്. വാഴയ്ക്ക് മണ്ണ് വെട്ടിക്കൂട്ടിയിരുന്നപ്പോൾ തൂമ്പ ഒരു കല്ലിലുടക്കി. അതെന്തെന്ന് അറിയാനായി അപ്പോൾ സജിക്ക് പേടിയാ. സജി പറഞ്ഞു ഇതൊരു വിഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും രണ്ടും കൽപ്പിച്ച് അത് എടുക്കുകയാണ്. എന്തായാലും വിഗ്രഹത്തിന്റെ തലയാ. ഇത് വിഗ്രഹത്തിന്റെ തലയാ. ഇത് സജി പറഞ്ഞ സത്യമാ. ഇത് 1 2 3 4 5 ഇത് നാഗരാജ വിഗ്രഹം തന്നെയാണ്. ഇത് നാഗരാജ വിഗ്രഹം തന്നെയാണ്. ഞങ്ങളിനി ഇതിന്റെ ബാക്കി ഞങ്ങൾ എടുക്കാനായി തപ്പി നോക്കും. ഞാനിത് അയൽവക്കത്ത് MN സുരേഷിനോടും ചേച്ചിയോടും പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാണാൻ വരിക എന്ന് പറഞ്ഞു. അവരും ഇവിടെ കൂടെ നിൽപ്പുണ്ട്. ഇനി ചന്ദ്ര ചേച്ചി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി നോക്കട്ടെ. അത് നിങ്ങൾ നോക്ക്. ഇത് ഞാനൊന്ന് കഴുകി നോക്കട്ടെ. ചന്ദ്ര ചേച്ചി ഞങ്ങൾ ഇതൊന്ന് കഴുകുന്ന വീഡിയോ ഒന്ന് എടുത്തേ. ഇത് നുണയൊന്നുമല്ല. ഇവിടെ പണ്ട് കാലത്ത് എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ്റെ കാലത്ത് ഇവിടെ ഇത് നന്ദില്ലത്ത് പുരയിടം എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 100-400 കൊല്ലം മുമ്പ് ഇവിടെ ഒരുപാട് നന്ദില്ലത്ത് ഇല്ലത്തുകാർ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് ഈ ഭാഗത്ത് ക്ഷേത്രമുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ഈ കിണറിന് 400 കൊല്ലം പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നുണയൊന്നുമല്ല. ഇതുകൊണ്ട് ചുവ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് കണ്ടോ സംഗതി ഇതിൻ്റെ സജി നമുക്ക് ബാക്കിയും കൂടെ എടുക്കണം. ഇതുണ്ടോ 1 2 3 4 5 ഏതായാലും കഴുകിയത് ചുവ കളയാം. ഇത് സംഭവം സത്യം തന്നെ കേട്ടോ. 400 കൊല്ലം പഴക്കമുള്ള കിണറാണെന്നൊക്കെ എൻ്റെ വല്യപ്പനോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് വല്യപ്പൻ പറഞ്ഞത് വരെ എനിക്കറിയത്തുള്ളൂ. അങ്ങനെ ഇവിടെ എല്ലാം ഇല്ലത്ത് പറമ്പായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്ത് വിഗ്രഹമാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഏതായാലും ബാക്കിയും കൂടെ തപ്പിയെടുക്കും. ഇത് നുണ പറഞ്ഞാലെന്ന് മനസ്സിലായോ? 1 2 3 4 5 ഇത് നാഗരാജ വിഗ്രഹമാണോ? ഇതെന്നാ ഇത് ഇഷ്ടം പിടി അതിന്റെ ആലവറ്റം പോകുന്ന വഴി കിടക്കുന്നു. ആണോ? ഇത് സർപ്പത്തിൻ്റെ ആണോ? അപ്പം സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഞാനും സജിയും സുരേഷും ഓമന ചേച്ചിയും ഞങ്ങളെല്ലാവരും ഇതിന് ദിക്സാക്ഷിയാണ്. ഞങ്ങൾ ഇതിന് വാക്കിയും കൂടെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കട്ടെ. ഏതായാലും 400 വർഷം പഴക്കമുള്ള കിണർ തന്നെയാണ്. ഈ പ്രദേശവാസികളെല്ലാം വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കിണറാണ് ഇത്. പണ്ട് കാലത്ത് ഇതുവരെ ഇതിന് പാറ കണ്ടിട്ടില്ല. എപ്പോഴും പറ്റാത്ത വെള്ളമുള്ള ഒരു കിണറാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ബാക്കിയും കൂടെ തപ്പട്ടെ. നന്ദി, നമസ്കാരം.